ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ക്ലാസ് ആയിട്ടല്ല, നമ്മൾ വന്നിരിക്കുന്നത് ഒരു അവയർനെസ് ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾക്ക് അറിയാം MTSൻ്റെ എക്സാം ഡേറ്റ് വന്നു. സെപ്റ്റംബർ 29 മുതൽ നവംബർ വരെ നടക്കുന്ന എക്സാമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലേ? നമ്മളെല്ലാവരും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് ആണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്തേക്കാവുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് MTSൻ്റെ എക്സാമിന് ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മോക്കുകളൊക്കെ ഒത്തിരി എടുത്ത് നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു 10 കോമൺ മിസ്റ്റേക്കുകളാണ്, നിങ്ങൾ ചെയ്തേക്കാവുന്ന 10 കോമൺ മിസ്റ്റേക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്കാണ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ. നിങ്ങൾക്ക് എക്സാം പാറ്റേണിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ അറിവില്ലാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഇന്ന സിലബസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് പഠിക്കുന്നു. പക്ഷേ നിങ്ങൾ എക്സാമിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ടയർ 1ഉം ടയർ 2 ഉണ്ടോ, അതോ ഒറ്റ എക്സാം ആണോ, എത്ര ടൈമാണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു വലിയ മിസ്റ്റേക്കാണ്. നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വലിയൊരു ബാരിയർ ആയിരിക്കും ആ ഒരു അറിവില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അത് MTS ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, റെയിൽവേയുടെ എക്സാംസ് ആയിക്കോട്ടെ, ആർമി എക്സാംസ് ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ എക്സാം പാറ്റേൺ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ 10 പ്രോബ്ലംസും അല്ലെങ്കിൽ 10 മിസ്റ്റേക്സും നല്ല രീതിക്ക് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഇല്ലെങ്കിലും മറ്റൊന്നിനെ നല്ല രീതിക്ക് ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ എക്സാമിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ MTSൻ്റെ പറഞ്ഞു തരാം. നിങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിട്ട് വേണം എക്സാമിന് മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കാൻ. അതല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് പാനിക് ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ MTS എക്സാമിൻ്റെ പാറ്റേൺ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സസ്, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് നോൺ കണ്ടന്റ് വീഡിയോസും എല്ലാം ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന മാർക്കിംഗ് സിസ്റ്റമിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരികയാണ്, നിങ്ങളത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ്. ഇപ്പോഴും പലർക്കും അറിയില്ല എക്സാം, ഈ MTS എക്സാം ഒറ്റ എക്സാം ആണ്, 2 എക്സാം പോലെ അല്ല എന്നുള്ളത്. CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, 2 എക്സാം, ടയർ 1ഉം ടയർ 2ഉം ഉണ്ട്. അതുപോലെയാണ് എന്നുള്ളത് കരുതിയിരിക്കുന്ന ഒത്തിരി ഫ്രഷേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. MTS എന്ന് പറയുന്നത് ഒരു ഒറ്റ എക്സാം ആണ്. നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഡയറക്റ്റ് ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. മറ്റ് എക്സാമുകളെ പോലെ ടയർ 1 പോലെ മൊത്തത്തിലല്ല നടത്തുന്നത്, 2 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ആയിരിക്കും. 45 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. 45 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും അറ്റൻഡ് ചെയ്യാം. 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഈച്ച് ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്സ് വെച്ചാണ് ഉണ്ടായിരിക്കുക. MTS എക്സാമിൻ്റെ പ്രത്യേകതയാണ് ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 120 മാർക്കിനായിരിക്കും ആ സെക്ഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾ 120 മാർക്ക് വാങ്ങണോ? അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു ക്വാളിഫയിങ് സെക്ഷനാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്ന്, അതുപോലെ ഒരു 6 ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ നിന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ഒരു 40%, 44% ആൻസേഴ്സ് കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. നിങ്ങൾക്ക് ഒരു സേഫ് സോണിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 നിന്നും ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾ ക്വാളിഫൈ ആവും. ആ ക്വാളിഫൈ ആയ മാർക്ക്, നിങ്ങൾ ആ ഒരു സെക്ഷൻ ക്വാളിഫൈ ആയാൽ മാത്രമേ തൊട്ടടുത്ത സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 2 വാല്യൂ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എക്സാം എഴുതാം,
ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും എക്സാം എഴുതാൻ പറ്റും. എക്സാം കഴിഞ്ഞ് വാല്യുവേഷൻ വരുമ്പോൾ അവർ ഫസ്റ്റ് സെക്ഷൻ്റെ ക്വാളിഫയിങ് ആയോ എന്ന് നോക്കിയിട്ട് മാത്രമേ സെക്കൻഡ് സെക്ഷൻ്റെ മാർക്ക് നോക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ക്വാളിഫൈ ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് എളുപ്പമുള്ള കാര്യമാണ്. കാരണം 10th ലെവൽ ഓഫ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ പറയുന്ന മാത്സും റീസണിങ്ങും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻ എന്നല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ പാനിക് ആവരുത്, നിങ്ങളുടെ ടൈം ഇല്ല എന്ന് പറഞ്ഞ് പാനിക് ആവരുത്. ഒരു 45 മിനിറ്റ്സിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ, അത്യാവശ്യം റീസണിങ്ങിനും മാത്സിനും ബേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് സെക്ഷനാണ് അവയർനെസ്, ജനറൽ അവയർനെസ്സും അതുപോലെ ഇംഗ്ലീഷും വരുന്ന സെക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇതാണ്. കാരണം ഇതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് സ്കോർ നിശ്ചയിക്കുന്നത്, കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് ഈ ഒരു സെക്ഷൻ്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും. ഈ സെക്ഷനിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കാണും. 25 ആയിരിക്കും ഈച്ച് എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ മാർക്ക് 150 ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടായില്ല. സെക്കൻഡ് സെക്ഷനിലാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്നതിന് 3 മാർക്സ് വെച്ച് 2 സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് പോയി ഗസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കറക്കി കുത്തി, നിങ്ങൾക്ക് തെറ്റായാലും കുഴപ്പമില്ല, ശരിയായാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് സെക്ഷൻ പോകുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പക്ഷേ നെഗറ്റീവ് ഉണ്ട്, 1 മാർക്ക് നെഗറ്റീവ് നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് 150ൽ ഏകദേശം 130 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. 130 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുള്ളൂ. അത്രയും മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റൂ. കാരണം ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷ് നമുക്ക് അത്യാവശ്യം ഗ്രാമറും അതുപോലെ റെസ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ അതോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പ്ലസ് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സും GKയും നിങ്ങൾ അങ്ങനെ വിട്ട് കളയുന്നത് അല്ലെങ്കിൽ മിസ് ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം പാറ്റേൺ അറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാത്സിനും റീസണിങ്ങിനും അത്ര വലിയ ഹാർഡ് വർക്ക് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതിന് ഹാർഡ് വർക്ക് ഇടണം? MTS ഫോക്കസ് ചെയ്യുന്നവർ GKക്കും ഇംഗ്ലീഷിനും ഹാർഡ് വർക്ക് ഇട്ടാൽ മതിയാവും. ഓക്കെ ആണോ? ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് 45 തന്നെയാണ് കേട്ടോ മിനിറ്റ്സ്. 45 മിനിറ്റ്സ് തന്നെയാണ് അവിടെയും കിട്ടുന്നത്. ആ ടൈമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷനിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ ഈ ഒരു ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ പോകാൻ പറ്റില്ല. 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ മാത്രമേ തൊട്ടടുത്ത സെക്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തൊരു മിസ്റ്റേക്കാണ് ഇഗ്നോറിങ് ദ സിലബസ്. നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ സെൽഫായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാടായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസണിങ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ കലണ്ടർ, അതുപോലെ മിറർ ഇമേജ്, അങ്ങനെ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സില്ലോജിസം കുറച്ച് വീക്കാണ്, നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് ഒട്ടും തലയിൽ കയറുന്നില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ സിലബസ് ഒന്നും നോക്കാതെ നിങ്ങൾ പഠിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് കിട്ടിയതൊക്കെ നിങ്ങൾ SSC MTS അടിച്ച് നോക്കുമ്പോൾ യൂട്യൂബിൽ കിട്ടുന്നതെല്ലാം നിങ്ങൾ പഠിക്കുകയാണ്. കോച്ചിങ്ങിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, എന്നാലും ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്യാൻ പറ്റാത്ത കോച്ചിങ് സെൻറ്റേഴ്സും ഉണ്ടാവും ആ ഒരു ടൈമിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ നിങ്ങൾക്ക് ചില ടോപ്പിക്സ് മിസ്സായി പോയാലും നിങ്ങളുടെ എക്സാമിന് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ പാനിക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എക്സാം പാറ്റേൺ അറിഞ്ഞതിന് ശേഷം സിലബസ് അറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം മാത്സ്, GK, ഇംഗ്ലീഷ്, റീസണിങ്, കറണ്ട് അഫയേഴ്സ്, ഇതിൽ ഏതൊക്കെ സിലബസ് ആണ് എന്നുള്ള, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കയറി നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് സിലബസ്. അപ്പോൾ സിലബസ് അനുസരിച്ച് നിങ്ങൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുന്ന ആ ടോപ്പിക്സിൽ മറ്റുള്ളവർ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? ചിലപ്പോൾ സിലോജിസം നിങ്ങൾക്ക് പാടായിരിക്കും, പക്ഷെ പഠിക്കുക, ആ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നത് 10th ലെവൽ എക്സാം ആണ്, ഒത്തിരി ആൾക്കാർ 10th കഴിഞ്ഞിട്ടുള്ളവർ കാണും, അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതുന്നവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം അല്ല, അതിന് വേണ്ടിയിട്ട് ഒത്തിരി നാൾ പഠിച്ചവർ കാണും. ഓക്കെ, അപ്പോൾ
അവരെല്ലാവരും ഒന്നിച്ചാണ് എഴുതുന്നത്. ഫ്രഷേഴ്സും മുന്നേ പഠിച്ചവരെല്ലാം ഒന്നിച്ച് എഴുതുന്ന ഒരു എക്സാമാണ് MTS. അത്രയും ഹോൾ നമ്പർ ഓഫ് ആൾക്കാർ കാണും നിങ്ങളെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊരു ടോപ്പിക്ക് മിസ് ആവുകയാണെങ്കിൽ ആ ടോപ്പിക്ക് പഠിക്കുകയും ചെയ്യും, സ്കോർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സിലബസ് അനുസരിച്ച് നിങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, അടുത്തൊരു മിസ്റ്റേക്കാണ് ഡിലേയിങ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് ക്യാൻ ലീഡ് ടു ലാസ്റ്റ് മിനിറ്റ് റഷ്, ഇനാഡിക്വേറ്റ് കവറേജ് ഓഫ് സിലബസ്. ഞാൻ പറഞ്ഞല്ലോ, സിലബസ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. പക്ഷേ അതെപ്പോൾ ഉറപ്പ് വരുത്തണം? നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷമല്ല നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾക്കൊരു എയിം ഉണ്ടല്ലേ, ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോബ്, ഒരു ഗവൺമെൻറ് ജോബ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ് എനിക്ക് വേണം എന്നുള്ളൊരു എയിം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എയിം ചെയ്യുക. നിങ്ങൾക്ക് CGL വേണോ, CHSL വേണോ, MTS വേണോ എന്നുള്ളത് നിങ്ങൾ എയിം ചെയ്തേക്കുക. CGL നിങ്ങൾക്കറിയാം, ഡിഗ്രി കഴിഞ്ഞവർക്കാണ് CGL അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. +2 കഴിഞ്ഞവർക്ക് മാത്രമേ CHSL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങളൊരു 18 വയസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് MTS അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ ഏകദേശം +2 കഴിഞ്ഞ് നിൽക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് MTSഉം CHSലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോബ് വേണം. നിങ്ങൾ 18 ഇയേഴ്സിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോബ് വേണം. ആൻഡ് നിങ്ങൾ മാത്സിലും റീസണിങ്ങിലും അത്ര ഭയങ്കര ടോപ്പൊന്നും അല്ല, പക്ഷേ നിങ്ങൾക്ക് GK നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലേ തന്നെ MTSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. MTS എന്ന് പറയുമ്പോൾ പക്ഷേ നിങ്ങൾ നോക്കുക, MTSഉം CHSലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ലെവൽ ഓഫ് പേയ്മെൻറ്റ് ഡിഫറൻസ് ഉണ്ട്. കാരണം MTSന് CHSLനെക്കാളും CGLനെക്കാളും കുറച്ച് ലെവൽ ഓഫ് പേയ്മെൻറ്റ് ആയിരിക്കും വരുന്നത്. കാരണം 10th ലെവൽ ഓഫ് എക്സാം ആണല്ലോ, അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് കുറവായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വിട്ടുകളയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുകളയേണ്ട ആവശ്യമില്ല. കാരണം ഒരു 30K സാലറി വരുന്ന, അതും നമ്മുടെ 18 വയസ്സിൽ നിങ്ങൾക്ക് 30K സാലറി വരുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് MTS. ആൻഡ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസും അത് അവിടെ ഇരുന്ന് തന്നെ എഴുതാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ആ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും, ജോലി കിട്ടുന്ന പ്ലേസ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ജോലി കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ BSc ആയാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അതിനുശേഷം PG ആയാലും നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 18 വയസ്സിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ നിങ്ങളുടെ സ്വന്തം ചിലവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് അതിലോട്ടാണ്, നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുമാണ്. അവിടെയും പ്രൊമോഷൻസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ MTS മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളത് നിങ്ങൾ കുറച്ച് നീക്കി വെക്കുക. MTSൻ്റെ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ CHSL നിങ്ങൾ ഫോക്കസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു 18 ഇയേഴ്സ് ഉള്ള കുട്ടികളാണ്, അത് 18 ഇയേഴ്സ് ഉള്ള ആസ്പിറൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് GK നല്ല രീതിക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ MTS ഫോക്കസ് ചെയ്യുക, MTSൻ്റെ മോക്കുകൾ എടുത്തു തുടങ്ങുക. ഓക്കെ, അപ്പോൾ സിലബസ് നിങ്ങൾ മാക്സിമം മുന്നേ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഞങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു എയിം, നിങ്ങൾക്ക് MTS ആണെന്നുണ്ടെങ്കിൽ MTS എക്സാമാണ് ഞാൻ എഴുതാൻ പോകുന്നത്, ഈ ഒരു ടൈമിലായിരിക്കും എക്സാം എന്നുള്ളത് നല്ല രീതിക്ക് നിങ്ങൾക്കറിയാം. ഒരു സീസൺ ഓഫ് ടൈം ഉണ്ടല്ലോ എക്സാംസിന്, അപ്പോൾ നല്ല രീതിക്ക് അറിയാം. അപ്പോൾ അതിന് ഒരു 3-4 മാസം മുന്നേ, അല്ലെങ്കിൽ ഒരു 5-6 മാസം മുന്നേ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 3 മന്ത്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതല്ലാതെ നിങ്ങൾ ഉഴപ്പി നിന്ന് എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ സിലബസ് കവർ ചെയ്യാൻ നിന്നാൽ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് വരും, നിങ്ങൾക്ക് പാനിക് ആവാനും തുടങ്ങും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെയും വരും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 to 3 ഇയേഴ്സ് ഒക്കെ എടുക്കും നിങ്ങൾ ക്രാക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ മിസ്റ്റേക്കാണ്. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ പുവർ ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, പുവർ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു എക്സാം സ്ട്രാറ്റജി വേണം. നിങ്ങളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാം സ്ട്രാറ്റജി വേണം. ഞാൻ പറഞ്ഞു 130 ആണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്ക് കടക്കാൻ വേണ്ടിയിട്ടൊരു എക്സാം സ്ട്രാറ്റജി വേണം. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈം മാനേജ് ചെയ്തിട്ടാണ് അല്ലേ. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ഗോൾ അച്ചീവ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങളുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതല്ല. ഒരു ക്വസ്റ്റ്യനിൽ 1 മിനിറ്റ് കൂടുതൽ ടൈം എടുക്കില്ല എന്ന് നല്ല രീതിക്ക് ഉറപ്പ്. 1 മിനിറ്റ് ഒന്നും ഇല്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സെക്കൻഡ്സേ എടുക്കുള്ളൂ, അതല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യും, അല്ല എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് അറിയാം, ഞാനിത് പഠിച്ചതാണ്, ഇത് ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ഉറപ്പിൽ മേലെ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അടുത്തടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, നിങ്ങളിപ്പോൾ ഹാർഡായിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഇരിക്കുകയായിരിക്കും, ഒരു 5th ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ നിങ്ങൾക്കൊരു ഹാർഡ് ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. കാരണം ചിലപ്പോൾ തൊട്ടടുത്ത ക്വസ്റ്റ്യനും ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ വളരെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇടുന്ന ആൾ അങ്ങനെ തന്നെ ഇടുള്ളൂ. നിങ്ങൾക്കൊരു ഫസ്റ്റ്
ഒരു 2-3 ക്വസ്റ്റ്യൻ എളുപ്പമാക്കി തന്നിട്ട് ഒരു 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാർഡാക്കി തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലാസ്റ്റിലായിരിക്കും കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വെക്കുക. അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ ഇരിക്കുക, എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും, അതുകൊണ്ട് അത് എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് വരെ കാണുക. നിങ്ങൾ ഉറപ്പായിട്ടും ഫുൾ ക്വസ്റ്റ്യൻസ് കണ്ടു എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ ഒരു പുവർ ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പെർഫെക്റ്റ് ടൈം മാനേജ്മെൻറ്റിൽ തന്നെ ഒരു സെക്കൻഡിൽ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത സെക്കൻഡിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ കണ്ടു. നെക്സ്റ്റ് വീണ്ടും കറങ്ങി എനിക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് വീണ്ടും ഒരു റൗണ്ടും കൂടി വരാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് കാണുക അല്ലേ, മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി റൗണ്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗുഡ് സ്കോർ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗസ്സിങ് വിത്തൗട്ട് സ്ട്രാറ്റജി. മെയിനായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ MTS ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗസ് ചെയ്യാൻ, കാരണം നെഗറ്റീവ് മാർക്സ് ഇല്ല. പക്ഷേ സെക്കൻഡ് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഗസ് ചെയ്യാനുള്ള ചാൻസ് വരുന്നത്. കാരണം നമുക്ക് ഈ വട്ടം എനിക്കായിരിക്കും ചിലപ്പോൾ ജോലി പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വട്ടം ഞാൻ ഈ കറക്കി കുത്തുന്നത് ശരിയായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ വെറുതെ ആ കുത്തുക്ക് വെച്ചിട്ട് അത് കറക്കി കുത്താൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിക്ക് സ്കോർ ചെയ്ത് വരികയായിരിക്കും, നിങ്ങൾ നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് വളരെയധികം താഴ്ന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു രീതിയിലും നമുക്ക് ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വെറുതെ പോയി ഗസ് ചെയ്യാതിരിക്കുക. അതിനൊരു പെർഫെക്റ്റ് സ്ട്രാറ്റജി വെച്ച് തന്നെ ഗസ് ചെയ്യുക. ഗസ് ചെയ്യാം, ചെയ്യണ്ടെന്നല്ല, ഗസ് ചെയ്യാം. കാരണം MTS ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ 1 മാർക്കേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. അതും ഒരു സ്ട്രാറ്റജിയാണ്. നമുക്കറിയാം, നമുക്ക് എക്സാം പാറ്റേൺ അറിയാം. അപ്പോൾ നമുക്കറിയാം MTS ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് 1 മാർക്കേ ഡിഡക്റ്റ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 ഗസ് ചെയ്താലും ഒരു തെറ്റില്ല. അങ്ങനെ എങ്ങനെ ഗസ് ചെയ്യും? ഓപ്ഷൻ ക്യാൻസലേഷൻ വെച്ച് ഗസ് ചെയ്യും. നമുക്ക് അറിഞ്ഞൂടാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ ഏറെക്കുറെ നമുക്കൊരു ഐഡിയ കാണും ആ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല എന്ന് ഉറപ്പാണ്. ഇനി തേർഡാണോ ഫോർത്താണോ എന്നാണ് ഡൗട്ട്. അങ്ങനെയും നോക്കിയിരിക്കുമ്പോൾ തേർഡാവാൻ ഒരു ചാൻസും ഇല്ല, ഫോർത്താണ് കറക്റ്റ് എന്ന് തോന്നി നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് പഠിച്ച് ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ റാൻഡം ആയിട്ട് പോയി വെറുതെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്ക് വന്ന് നിങ്ങളുടെ സ്കോർ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് നോട്ട് പ്രാക്ടീസിങ് PYQs. മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പലരും ഷെഡ്യൂൾ നമ്മുടെ സിലബസ് അനുസരിച്ച്, സിലബസ് അറിയാം, എക്സാം പാറ്റേൺ അറിയാം, നമ്മളെല്ലാം പഠിച്ചു വരുന്നു. നമ്മളെല്ലാം പഠിച്ചു വന്നതിന് ശേഷം PYQs നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാതാവുന്നു. നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുന്നു, മാത്സിൽ ഒരു ടോപ്പിക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്നു, റേഷ്യോ പ്രൊപ്പോർഷൻ എടുക്കുന്നു, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം അത് പഠിക്കുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ എല്ലാ സിലബസും അറ്റൻഡ് ചെയ്ത് വരുന്നു. പക്ഷേ PYQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന എക്സാം പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്പേഴ്സ് മാത്രം മാറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം പാറ്റേൺ അറിയണമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോയിരിക്കാവും മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. കാരണം നിങ്ങൾ കണ്ട സെയിം പാറ്റേണിലുള്ള എക്സാമുകൾ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു 2-3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഈ മെത്തേഡിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റീസണിങ്ങിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക നിങ്ങളെ. കാരണം പല രീതിയിലാണ് ആ മിസ്സിംഗ് നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആ ഒരു മെത്തേഡ് കിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തതാണ് നെഗ്ലക്റ്റിംഗ് ജനറൽ അവയർനെസ്. നിങ്ങൾ MTS ആണ് എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജനറൽ അവയർനെസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. ജനറൽ അവയർനെസ്സിലാണ് നിങ്ങളുടെ സ്കോർ നിശ്ചയിക്കുന്നത്. പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് CGL-ഉം CHSL-ഉം എല്ലാം നോക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യും, മാത്സും റീസണിങ്ങും ഇംഗ്ലീഷൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ച് വരും. പക്ഷേ സ്ട്രാറ്റജിക്ക് പൊതുവേ ഓർമ്മിച്ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യും.
അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ MTSൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. MTSൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിനാണ് സ്കോർ വെക്കുന്നത്. മാത്സും റീസണിങ്ങും ഒക്കെ ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അത്രയും ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. മെയിനായിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ CGLൻ്റെ മോക്ക് എടുത്ത് MTSന് വേണ്ടിയിട്ട് ചെയ്യുക. MTSന് ഗോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ MTS എക്സാമിന് വേണ്ടി പഠിക്കുന്നു, പക്ഷേ CGLൻ്റെ മോക്കുകൾ എടുത്ത് പഠിക്കുന്നു. അതും ഒരു വലിയ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ ഗോള് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ CGLന് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും GKയും ഒരുപോലെ പ്രിപ്പയർ ചെയ്യണം. GK സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. അവിടെയും GK എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്, നല്ല മാർക്സ് വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. പക്ഷേ MTSനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ MTSന് GKയും അതുപോലെ ഇംഗ്ലീഷുമാണ് സ്കോറിംഗ് ആയിട്ട് വരുന്നത്, ബാക്കി രണ്ടും ക്വാളിഫയിങ് ആണ്. അതുകൊണ്ട് തന്നെ GK സ്കിപ്പ് ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ഒരു മിസ്റ്റേക്കാണ് ഇനാഡിക്വേറ്റ് റിവിഷൻ. ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാം സിലബസ് അനുസരിച്ച് പഠിച്ചു, പക്ഷേ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ല. ആർക്കാണ് എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കവേ അത് തന്നെ മനസ്സിലിങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുക? നമുക്കൊരു 10 ദിവസം മുന്നേ നമ്മൾ എന്താ കഴിച്ചതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ 10 ദിവസം മുന്നേ നമ്മളിങ്ങനെ ഇരുന്ന് അറിയാത്ത കാര്യം നമ്മൾ പഠിച്ചു വെച്ചത് നമുക്ക് ഓർമ്മിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? തിങ്കൾ മുതൽ ശനി വരെ അല്ലെങ്കിൽ വെള്ളി വരെ പഠിക്കുന്നത് ഒരു ഡേ, ഞായർ അല്ലെങ്കിൽ ശനി ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾ റിവിഷൻ ഡേ ആയിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക. നിങ്ങളൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനിലായിരിക്കും പഠിച്ചു പോകുന്നത്, പക്ഷേ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിവിഷൻ ടൈമും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. റിവിഷൻ ചെയ്താൽ മാത്രമേ, പ്രത്യേകിച്ച് MTSലേക്ക് സ്ട്രാറ്റജിക്ക് അതുപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ റിവിഷൻ ചെയ്താലേ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ. കണക്ട് ചെയ്ത് നിങ്ങളെല്ലാം പഠിച്ചു വെക്കും, ട്രിക്സ് ഒക്കെ പഠിച്ചു വെക്കുക അല്ലേ? കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ട്രിക്സ് ഒക്കെ നമ്മൾ GKക്ക് വേണ്ടി പഠിച്ചു വെക്കും, പക്ഷേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞ ആ കോഡുകളൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ കോഡുകൾ ഡീകോഡ് ചെയ്യാൻ നമുക്കറിയില്ല. അത് റിവിഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ റിവിഷൻ ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ് നമുക്ക് കോഡുകളെല്ലാം ഓർമ്മ വരും. കോഡൊക്കെ വെച്ചായിരിക്കും അന്ന് പഠിച്ചിട്ടുണ്ടാവുക, ഡാൻസേഴ്സ് അവാർഡ്സ് എല്ലാം കോഡ് വെച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ എക്സാമിന് ചെല്ലുമ്പോൾ കോഡ് ഓർമ്മ കാണും, പക്ഷെ അത് ഡീകോഡ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് റിവിഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, മെയിൻ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് തന്നെ പോവുക. നിങ്ങൾക്ക് ഇനിയും ഒരു മാസം ഒരു ടൈമുണ്ട്, ആ ടൈമിലെങ്കിലും നിങ്ങൾ പഠിച്ചത് നിങ്ങൾ റിവൈസ് ചെയ്യുക. പുതിയത് പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ പഠിച്ചത് കൂടെ റിവൈസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് വരും. എക്സാമിന് മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പം ഒരു ക്വസ്റ്റ്യൻ വരും, നിങ്ങൾ പഠിച്ചതാണ് പക്ഷേ ആൻസർ അറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ റിഗ്രറ്റ് വരും, നിങ്ങളുടെ ആ എക്സാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷൻ മസ്റ്റായിട്ട് ചെയ്തോളാം. അടുത്തതാണ് ലാക്ക് ഓഫ് എക്സാം സ്ട്രാറ്റജി. അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു എക്സാം സ്ട്രാറ്റജി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും GKയുമാണ് സ്കോർ ചെയ്യേണ്ടത്. അതിൽ ഇംഗ്ലീഷ് 75, GK 75. നിങ്ങൾക്ക് വേണ്ടത് 130 എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തീരുമാനിക്കണം? എനിക്ക് ഇംഗ്ലീഷിൽ 25 ക്വസ്റ്റ്യൻസിൽ ഒരു 23 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ GKക്കും അത്രയും ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾ ആ ഒരു സ്കോറിലേക്ക് എത്തുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം വിത്തിൻ ഈ ടൈമിനുള്ളിൽ, 45 മിനിറ്റ്സിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു സ്ട്രാറ്റജി വേണം. നിങ്ങളുടേതായ എക്സാംസ് നിങ്ങൾ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനറിൻ്റെ ഒരു എക്സാം സ്ട്രാറ്റജി വാങ്ങിക്കോളുക, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ കൊടുത്തിട്ട് വേണം നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇത്ര ടൈം കൊണ്ട് അറ്റൻഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും റൗണ്ട് അപ്പ് ചെയ്ത് ഇത്രയും ടൈം കൊണ്ട് വീണ്ടും അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഞാൻ ഒരു 25ൽ ഒരു 23 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തും. അങ്ങനെ ഒരു ഒരു ഗോൾ നിങ്ങൾ വെച്ചിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം എക്സാം സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ നോക്കുകയാണെങ്കിൽ ഓവർലുക്കിംഗ് എക്സാം ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ,
നിങ്ങൾ എക്സാമിന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണുമല്ലേ, നിങ്ങളുടെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ വെറുതെ നിങ്ങൾ മോണിറ്റർ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണിക്കും എത്ര നെഗറ്റീവ് മാർക്സ്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ ക്വാളിഫയിങ് ആണ്, ഏതൊക്കെ നെഗറ്റീവ് മാർക്ക് ഉള്ളതാണ് എന്നുള്ളതെല്ലാം അതിനകത്ത് കാണിക്കും. അതിനുശേഷം നിങ്ങൾ എക്സാമിലേക്ക് എത്തുകയാണ്. എക്സാമിൽ എത്തുമ്പോൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇംഗ്ലീഷിലൊക്കെ എത്തുമ്പോൾ അൻറ്റോണിം ചോദിച്ചാൽ സിനോണിം അറ്റൻഡ് ചെയ്യുക, സിനോണിം ചോദിച്ചാൽ ആൻറ്റോണിം ടിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും സിലോജിസം വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നേരെ വായിക്കില്ല, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ അങ്ങനെയും വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തൊരു ഓർമ്മയിൽ ആ ക്വസ്റ്റ്യൻ ഇത് തന്നെ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി ജി കെ ഒക്കെ ചിലപ്പോൾ പലപ്പോഴും ജി കെ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത ഓർമ്മയുണ്ട്, ആ ഓർമ്മയിൽ നിങ്ങൾ കൊണ്ടുപോയി ആൻസർ കൊത്തും. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കീവേഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, നെഗറ്റീവ് മാർക്ക് വരും, ഡിഡക്റ്റ് ആവും, നിങ്ങളുടെ മാർക്ക് ഡിഡക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ടെൻഷനിലാണ് നിങ്ങൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ഇത്രയും നാളും പ്രിപ്പയർ ചെയ്ത് വന്ന ആ ഒരു സെക്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ എക്സാമിന് ആ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ടെൻഷൻ കാണും. എക്സാം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്, അപ്പോൾ ആ ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ആ ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷനിലിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും വായിക്കാൻ പറ്റില്ല നേരെ, കാരണം വെപ്രാളമായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അതിനാണ് മെയിനായിട്ട് മോക്ക് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളൊരു എക്സാം ഹാളിൽ ഇരിക്കുകയാണ് എന്നുള്ള അതേ ഒരു എഫക്റ്റിൽ തന്നെ നിങ്ങൾ മോക്സ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ചെല്ലുമ്പോൾ ടെൻഷൻ ഇല്ലാതെ, കാരണം നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ എക്സാംസ് അറ്റൻഡ് ചെയ്തതാണല്ലോ, ആ ഒരു എഫക്റ്റിൽ തന്നെ ചെയ്തതാണല്ലോ, നിങ്ങളൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നിങ്ങൾ ആ ഒരു ടൈം, ആ ഒരു 45 മിനിറ്റ്സ് ഫസ്റ്റ് സെക്ഷന് കൊടുത്തു, 45 മിനിറ്റ്സ് സെക്കൻഡ് സെക്ഷന് കൊടുത്തു, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൂളായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മോക്കും എടുക്കാതെ നേരെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മോക്കൊക്കെ ചെയ്ത് തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രഷേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നം. ബാക്കിയുള്ളവർ 1ഉം 2ഉം എക്സാംസ് ഒക്കെ എഴുതി അവർക്കറിയാം ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രഷേഴ്സിന് ഇതൊന്നും അറിഞ്ഞുകൂടാതെ നേരെ പോയി എക്സാം അറ്റൻഡ് ചെയ്യാനിരിക്കും, പാനിക്കാവും. ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഭയങ്കര പാടാണെന്ന് തോന്നും, നിങ്ങളുടെ എയിം വിട്ടുകളയും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് മോക്കുകൾ എടുക്കാം, ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ മോക്കുകൾ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മോക്സ് എടുക്കാവുന്നതാണ്. ഒരുപാട് മോക്കുകൾ നിങ്ങൾക്ക് പെയ്ഡ് അല്ലാതെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ദിശ അക്കാഡമിയിൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പോയി എക്സാംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെപ്റ്റംബർ 29 MTS വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ പ്രിപ്പയർ ചെയ്തോളാം. നിങ്ങൾ സിലബസ് നോക്കുക, എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നു, അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടേതായിട്ടുള്ളൊരു എക്സാം സ്ട്രാറ്റജി വെക്കുക. ഓക്കെ, പലരും ചോദിക്കുന്നുണ്ട് എക്സാം ഞാൻ MTS പഠിക്കണോ, CGL പഠിക്കണോ, CHSL പഠിക്കണോ, ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. CGL ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം, എനിക്ക് ഡിഗ്രി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ CGL വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും എല്ലാം നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ MTS ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം മാത്സും റീസണിങ്ങും ക്വാളിഫൈ ആണ്. എനിക്ക് GK ഉണ്ടോ, നല്ല രീതിക്ക് GK സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ സ്കോർ ചെയ്ത് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ മാത്സും റീസണിങ്ങും വീക്കാണെന്ന് കരുതി എനിക്ക് CGL അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയല്ല. CGL അറ്റൻഡ് ചെയ്യാം, നിങ്ങളൊരു ഹാർഡ് വർക്ക് ഇടേണ്ടി വരും. നിങ്ങൾ ആ ഹാർഡ് വർക്ക് ഇട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും CGLും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ഇടുന്നതിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ മാക്സിമം ഹാർഡ് വർക്ക് ഇട്ട് നിങ്ങളുടെ എനർജി മൊത്തം വേസ്റ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞ പോലെ എക്സാം സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജി വെച്ചും അതുപോലെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ വെച്ച് തന്നെയാണ് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. എക്സാം ക്രാക്ക് ചെയ്ത എല്ലാ ആസ്പിറൻസിൻ്റെയും ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാലും അവരിതൊക്കെ തന്നെയാണ് പറയുന്നത്. അവരുടേതായ ഒരു എക്സാം സ്ട്രാറ്റജി അവർക്കുണ്ട്, ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു
ദിവസം അവർ 2 മോക്കൊക്കെ എടുക്കുക, അല്ല 2-3 മോക്സ് ഒക്കെ എടുത്തിട്ടാണ് അവർ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടാവുക. CGLന്റെ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്തത്, അല്ലെങ്കിൽ MTSന്റെ എക്സാം ക്രാക്ക് ചെയ്തതോടെ ചോദിച്ചാൽ മതി, അവർ എത്ര എഫേർട്ട് ഇട്ട് കാണും. ആ മോക്ക് ചെയ്താണ് അവർ ആ ഒരു ഈസിനെസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മോക്കുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് കവർ ചെയ്തോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ എയിം എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ടോപ്പിക്സ് കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ജോബ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.